സ്വാമി ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണ കഥാമൃതത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ വനവാസത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമുക്ക് സേവിക്കാൻ സാധിച്ചത്. മാതാവിനോടും പിതാവിനോടുമെല്ലാം യാത്ര പറഞ്ഞ് അദ്ദേഹം സീതാദേവിയോട് യാത്ര ചോദിക്കുന്ന ഭാഗമായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പൂർത്തീകരിച്ചത്. അതിൻ്റെ തുടർച്ച ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു, തന്നിരുദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാൻ അതു പാലിപ്പതിന്നാശു പോകുന്നു, മനസ്സേ ഖേദമിളച്ചു വാണിയിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തം ആഹന്ത ചൊല്ലിയിടിനാൽ, രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്തയുണ്ടല്ലോ ഭവാൻ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവത് നിന്നുതോ നീടുവാൻ എന്തൊരു കാരണം? മന്നവൻ താനല്ലയോ കൗതുകത്തോടു മിന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ, വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നീകുലമൗലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകയപുത്രിയാം അമ്മയ്ക്ക് മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ, ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുട ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശുവരവും കൊടുത്തിതു താതനതു കണ്ടു ഞാനിന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിന്നേതും മുടക്കം പറ കൊല്ലമയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ശശിമുഖിതാനും അരുൾ ചെയ്തു, മുന്നിൽ നടപ്പാൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിയിടിനാൻ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തെങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോര സിംഹവ്യാക്രസുകര സൈരിഭവാരണം വ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ട് ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ. മൂലഫലങ്ങൾ കട്വമ്ല കഷായങ്ങൾ ബാലെ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജനാ പൂപാനപാനാദി സന്മധൂക്ഷീലങ്ങളിൽ ഒരു നേരവും നിന്മനോന്നത ഗുഹാഗുഹര ശർക്കര നിർഭാഗമെത്രയും കണ്ടകവൃന്ദവും നേരെ
പെരുവഴിയും അറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാത തപപീഠയും പരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിൻ ഉടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവും ഇല്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായകമേ, നിന്നുടെ സന്നിധവും സന്തതം വാണിടുമെന്നെ, മറ്റാർക്കൊൻ ആനും പീഡിച്ചുകൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടം എനിക്കും അമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണതുല്യങ്ങൾ എനിക്കതും. പുഷ്പബാണോപമനീ വെടിഞ്ഞിടൊല, ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം ഭീതിയും ഏതുമെനിക്കില്ല ഭർത്താവേ. കച്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നൊരു സത്യം, അതിന്നിയും ഒന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവരനാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണീഗ്രഹണമന്താർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ, എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വതിൻ ഇന്നു തന്നെ നിന്തിരുവഴി തന്നാണ്. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു, എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിരു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായിക്കൊണ്ട് ചെയ്യുക നീ ജാനകീഹാരാദിഭൂഷണമൊക്കവേ. ഇത്തം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് വൃത്തി സുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമുൾ അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥം വതിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി ശീലഗുണങ്ങളായാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തുപെയ്തിടുന്നിതശ്രൂജലങ്ങളും. ജാനകീദേവിയും അൻപോടരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സൗമിത്രയാമമ്മയെ തക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു. സമാശ്ലേഷവും ചെയ്ത് നന്നായി അനുഗ്രഹം ചെയ്ത് തനയനു പിന്നെയും ഉപദേശവാക്കും അരുൾ ചെയ്താൽ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും. തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികയെ നിന്നു വണങ്ങിനാൻ. തക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്നിപ്പാൻ
പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദാഭിരാമാൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കൊണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹ, കഷ്ടമെന്തിങ്ങനെ വന്നിതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിന്നോന്മതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്തമുദ്രുതര സിഗ്നപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം ഘടോരമത്രേ തുലോ. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലയോളവും ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണമെന്നത് കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകയപുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന് ഭരതനും വാഴുകെന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തന്മോടു സാമോദമേവം അരുൾ ചെയ്തു തന്നേരം. ഹരേ രാമ 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 ഹരേ ഹരേ. താമസീത തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവേൻ ഏവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായത് അനന്തൻ ജനകജാ ലക്ഷ്മീ ഭഗവതി ലോകമാതാ പരാ. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാം ആദിനാരായണൻ. ലക്ഷണനായതനന്തൻ ജനകജാ ലക്ഷ്മീ ഭഗവതി ലോകമായാപര. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനമായി ഭക്തപരായണൻ. വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ. ആദ്യൻ അനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനുഭക്തിപ്രസന്നനായ ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തരീ രാഘവൻ. പാഥോ നിധിമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തെറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണവാരിത് തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥം അതിരിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിഭക്തനായ ഒരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ധാത്രി സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീ പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നീടിനാൻ. ധാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാപരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ.
നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണൻ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നിതെന്നതിൽ കാരണം അന്ധരയല്ല കൈകേയിയല്ല ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവൻ എല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമേതി ജപിച്ചിരുന്നെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ ആത്മാരഹൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനനാനന്ദപൂർണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ പങ്ക്തിരഥാഭീഷ്ടസിദ്ധാർത്ഥമായി വന്ന് ഭക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ ഭജനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും രാമസീതാരഹസ്യം മുഹുരീ ദൃശമാമോദപൂർവകം ധാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരു ഭക്തിയുമാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്ത് താപവും തീർന്നിത് പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി ഹരേ രാമ 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 ഹരേ ഹരേ. വനത്തിലോട്ടുള്ള യാത്ര സമാരംഭിക്കുന്നു. രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്ത് കൈകേയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദം അകലക്കളഞ്ഞിന് ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം ലക്ഷ്മീ ഭഗവതിയാകിയ ജാനൈവൽക്കലം കയ്യിൽ പിടിച്ചു ഉണ്ടാകുലാൽ പക്ഷം എന്തുള്ളിലെന്നുള്ളതറിവാനായി തക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗല ദേവതാവല്ലഭൻ രാഘവനിങ്ങിതജ്ഞന്തതാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭത്സിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാപതിവൃതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷതഗാത്രിയാ ദിവ്യാംബരം പൂണ്ടക
പൂണ്ടനുഗമിച്ചിടുക കാന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്ത് രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇത്തമുക്ത്വാ രാമഭക്താംബുജം ചേർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൽക്കാമ്പഴഞ്ഞു കരയുന്നതും നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരയേറുക സീതേ വിരവിൽ നീ നേരമിനിക്കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്നിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും മനസ്സേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്ത് താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരും ആകുല ദുഃഖേന തേർന്നടത്തിയിടിനാൻ. പൂവനും നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലെ. ശ്രീവാലവൃത്താദിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ടതിഷ്ട പ്രഭോ തിഷ്ടതിഷ്ട പ്രഭോ രാമദയാനിധേ ദുഷ്ടിക്കമൃതമായോരു തിരുമേനി. തിഷ്ടതിഷ്ട പ്രഭോ രാമദയാനിധേ ദൃഷ്ടിക്കമൃതമായോരു തിരുമേനി. കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു വൃത്തജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം. വന്നോരു ദുഃഖേന മോഹിച്ചു വീണിത് പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. കിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയപാത്രം ഉപജീവനം ചെയ്ത് ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൻ. പൗരജനങ്ങളും ചെന്നരികെ ബുക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരും മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ശ്രീരാമചന്ദ്രൻ കാനന വാസത്തിനായി പുറപ്പെട്ടു. അതീവ ദുഃഖരായി അയോധ്യാപുരിവാസികളും മാതാപിതാക്കളുമെല്ലാം അതീവ ദുഃഖരായി കാണപ്പെട്ടു. വനവാസത്തിലോട്ട് ശ്രീരാമചന്ദ്രൻ പോകുമ്പോൾ കൂടെ ലക്ഷ്മണനും സീതാദേവിയും ഭക്തി ആദരപൂർവ്വം അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ശേഷം ഭാഗം അടുത്ത അധ്യായത്തിൽ ശ്രമിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.